ഹായ് ഹലോ, നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തൊമര ഉപ്പേരിയുടെ റെസിപ്പിയാണ്. ഈ ഒരു തൊമര എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പൊന്നും കണ്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ല. ഈ തൊമര എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിലൊന്നും ഞാനിത് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു സൈസിൽ വന്നിട്ടുള്ളത്. ഈ തൊമര നമ്മുടെ പട്ടാണിയൊക്കെ പോലെ ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ പച്ചയായിട്ടും കിട്ടുന്നതാണ്. പച്ച എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ തൊമര പയറായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനുള്ളിൽ നിന്ന് ഈ ഒരു സീഡ് എടുക്കാവുന്നതാണ്. പച്ച തൊമര ആകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ എടുത്തത് ഡ്രൈ ആയിട്ടുള്ളതായതുകൊണ്ടാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. കുതിർത്ത ശേഷം കാണാൻ വൻപയർ പോലെയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതാ കണ്ടില്ലേ, കുതിർക്കുന്നതിന് മുമ്പ് ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പട്ടാണിയൊക്കെ കുതിർത്ത് കഴിയുമ്പോൾ വലുതായിട്ട് വരില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു തൊമരയുടെ ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തൊമര ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തൊമര വേവുന്ന ടൈമിൽ ഒരു മിക്സി ജാറിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തത്, ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. 4 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പേസ്റ്റ് നല്ല തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തൊമര ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊമര പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി ലഞ്ച്, ബൈ.